പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ്. കളർ ഫിലമെന്റ് ആണ് നമുക്ക് തരുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെന്റ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഞാൻ ബെസ്റ്റ്. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പൊ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 3D പെന്നാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം സാധാരണക്കാരന് 3D പ്രിന്റർ എന്ന് വെച്ചാൽ 3D പ്രിന്ററിന്റെ ഒരു 10-1 കോസ്റ്റ് ഒക്കെയാണ് ഇതിന് വരുള്ളൂ. വളരെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഇത് വെച്ചതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് പിന്നെ ഓരോ സാധനങ്ങളും നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പേന വെച്ച് പേപ്പറിൽ എഴുതുന്ന പോലെ നമുക്കിത് ഒരു സാധനങ്ങളൊക്കെ നമുക്ക് വരച്ചുണ്ടാക്കാൻ പറ്റും. അപ്പോൾ 3D ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോക്സ് നമ്മൾ തുറന്നു നോക്കാൻ പോവാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബൈ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ബോക്സ് നമ്മൾ നല്ലൊരു ഡീസന്റ് പാക്കിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്നു നോക്കാൻ പോവാണ്. നമ്മുടെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമുക്കിത് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പെട്ടി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഔട്ടർ പാക്കിങ് നമ്മൾ തുറന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്നർ പാക്കിങ് വരുന്നത്. ഇതാണ് നമ്മുടെ ബോക്സ്. ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ 3D പെൻ ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്കിത് ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തു. നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട്. നമ്മളിതൊക്കെ നമ്മൾ നന്നായി വായിച്ച് നോക്കിയിട്ട് നമ്മളിത് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ചെറിയ സാമ്പിൾ പോലെ നമുക്കൊരു ഇതിൻ്റെ ഫിലമെൻറ്റ് PLA ഫിലമെൻറ്റ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കളറുകൾ. പിന്നെ നമുക്ക് ഒരു അഡാപ്റ്ററിൽ വെക്കാനായിട്ടുള്ള ഇത് നമ്മുടെ സാധാരണ ഫോണിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യാൻ പറ്റും, 5 വോൾട്ട്സിൻ്റെ. അപ്പോൾ അത് പിന്നെ ഇത് നമ്മൾ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. പിന്നെ നമ്മുടെ 3D പെൻ, ഇതാണ് നമ്മുടെ 3D പെൻ. ഇത് നമ്മളൊരു കവറിലൊക്കെ ഇട്ടിട്ട് ഒരു പാക്കിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3D പെൻ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് പറ്റും. അതിനായിട്ടാണ് നമ്മുടെ സ്റ്റാൻഡ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ 3D പെനിൽ നമുക്കിനി അഡാപ്റ്റർ ഫിലമെൻറ്റ് കാര്യങ്ങളൊക്കെ എവിടെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് അഡാപ്റ്റർ നമ്മൾ ഈ പിൻ നമ്മുടെ ഇതിൻ്റെ പിന്നിൽ ഇവിടെ ഒരു ഹോളുണ്ട്, അതിലാണ് നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ പ്ലാസ്റ്റിക് ഫിലമെൻറ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ ഫിലമെൻറ്റ് നമുക്ക് തുറക്കാം. നമ്മുടെ ഫിലമെൻറ്റ് ഒരു കവറിൻ്റെ ഉള്ളിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എക്സ്ട്രാ മേടിക്കാനും കിട്ടും, റോളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അതിൻ്റെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അവർ ഫിലമെൻറ്റ് തരുന്നത് 3 കളർ ഫിലമെൻ്റാണ് നമുക്ക് തരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൽ 3 കളർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3ഉം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ പ്ലാസ്റ്റിക് ഇടാനായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഉള്ളിലേക്ക് എടുക്കും, പുറത്തേക്ക് ചൂടാക്കിയിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇവിടെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നതും തിരിച്ചു വലിക്കുന്നതായ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചാണിത്. നമ്മൾ സ്പീഡ് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ 2 ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഫിലമെൻറ്റ് പുറത്തേക്കും തിരിച്ച് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബട്ടൺസ് ആയിട്ടുള്ളത്. ഇതിന് നമുക്ക് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൽ പവർ കൊടുക്കാനായിട്ട് നമ്മുടെ ഒരു സാധാരണ ഫോണിൻ്റെ ചാർജർ, ഇത് 5 വോൾട്ടിൻ്റെ ചാർജറാണ്, 2 ആംപിയറിൻ്റെ, അതാണ് ഇതിൻ്റെ റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ആ ചാർജർ എടുത്തുകൊണ്ട് മാത്രം നമ്മൾ അതിൻ്റെ കേബിൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ കേബിൾ അഴിച്ച് നമ്മൾ അതിൽ കൊടുക്കാൻ പോവാണ്. നമ്മുടെ കെട്ടഴിക്കുക. എന്നിട്ട് നമ്മൾ നല്ലൊരു അത്യാവശ്യം ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്ലഗിൽ കുത്തുക. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ പവർ ഓൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ നമുക്ക് 2 തരം പ്ലാസ്റ്റിക് ഇതിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. PLA പ്ലാസ്റ്റിക്കും ABS പ്ലാസ്റ്റിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് PLA ആയതുകൊണ്ട് നമ്മൾ PLA പ്ലാസ്റ്റിക് സെലക്ട് ചെയ്തു. ഇതിൽ നമുക്ക് കാണാം. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉള്ളിലേക്കും മുമ്പിലോട്ടും പോവുകയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ നോസിലിൻ്റെ ടെമ്പറേച്ചർ എത്രയാവുമെന്ന് നമ്മൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും ചൂടാകുമ്പോഴാണ് നമ്മളിത് ഉപയോഗിച്ചത്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യത്തിനാവുമ്പോൾ നമ്മളിവിടെ പച്ച കത്തും. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഫിലമെൻറ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫിലമെൻറ്റിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഈ ഫോർവേഡ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി വരുന്നത്.
ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ഇമേജസ് ഔട്ട്ലൈനുകളായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്താണ്. ഇത് നമ്മൾ 3D ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പെൻ നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബട്ടൺ അമർത്തിയിട്ട് പ്രിന്റ് ചെയ്ത് തുടങ്ങും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് നൂലുകൾ പോലെ നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ പതുക്കെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മേടിച്ച 3D പെന്നിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിന്റെ കോസ്റ്റ് എത്രയാന്ന്. കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ 1100 രൂപയാണ് എൻ്റെ കോസ്റ്റ് വരുന്നത്. പക്ഷെ 3D പ്രിന്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. അപ്പോൾ പിന്നെ വേറൊരു ഡൗട്ട് കൂടി വരാനുള്ളത്, ഇതിൻ്റെ ഒപ്പം നമ്മൾ കിട്ടിയ കുറച്ച് ഫിലമെന്റ് നമുക്ക് മറ്റേ പെട്ടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോൻ്റെ ഒരു കവർ അല്ല ഒരു റോളായിട്ട് നമ്മൾ മേടിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഗ്രീൻ കളറാണ് മേടിച്ച് നോക്കണേ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ 3D പ്രിന്റർ ഫിലമെന്റ് തന്നെയാണ്, PLA പ്ലാസ്റ്റിക്കിന്റെ. അപ്പോൾ നമുക്കിത് മേടിക്കാൻ പറ്റും. അതിന്റെ ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് പല പല കളറിലും വരുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് 1 കിലോനാണ്, കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്തിനാണ്? നമ്മുടെ ഫ്യൂച്ചർ പ്രൊജക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളത് പേടിച്ചേക്കണം. നമ്മളപ്പോ കുറെ 3D പ്രിന്റിങ് നമ്മൾ 3D പെൻ വെച്ച് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കാം. ഇനി ഇതുപോലുള്ള പുതിയ അൺബോക്സിങ്ങുകൾ അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണുന്നത് വരെ റീസെന്റ് ഐഡിയ സൈനിങ് ഔട്ട്.